ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞാറക്കൽ ഐലൻഡിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഗോശ്രീ ദ്വീപ് സെമിനാർ KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും പ്രവർത്തകർ നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് എല്ലാ ശ്രമങ്ങളെയും നമ്മളൊക്കെ നൽകുകയാണ്. കാരണം അത്തരം ചിന്താഗതിയെ വളർത്തിക്കൊണ്ടുവരുവാനും ആളുകളെ പ്രവർത്തന സജ്ജമാക്കുവാനും അവരെല്ലാം പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നേതാക്കന്മാരുടെ മുന്നിൽ MLA മുന്നിൽ പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി സർവീസിന്റെ മുന്നിലൊക്കെ ഇത് അവർക്ക് അറിയാമെങ്കിൽ സർവീസിന്റെ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി അധ്യക്ഷത വഹിച്ചു. ചരമവാർഷിക ദിനാചരണമാണ്. രാവിലെ മുതൽ KPCC ആസ്ഥാനത്തും അതേപോലെ തന്നെ പുതുപ്പള്ളിയിലും ഉമ്മൻചാണ്ടിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളിയിലും അഭൂതപൂർവമായ ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 22 വർഷത്തോളമായി. 2004 ജൂൺ 5-ാം തീയതിയാണ് ഗോശ്രീ പാലം നമുക്ക് വേണ്ടി തുറന്നു കിട്ടിയത്. അന്ന് മുതൽ നാടിന്റെ പല ആവശ്യങ്ങൾ തുടക്കമിട്ടത് ബസ്സുകളുടെ നഗരപ്രവേശനം. ഗോശ്രീ പാലം വന്നു, നമ്മുടെ ബസ്സുകൾക്ക് നഗരത്തിലേക്ക് കയറാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് പാലം പൊട്ടിപ്പോയപ്പോൾ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു അതിന്റെ ബോർഡിലൊക്കെ. അതെല്ലാം കളഞ്ഞു. നമുക്ക് എളുപ്പത്തിന് വേണ്ടി കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ വേണമെന്നൊക്കെ ചില പറഞ്ഞെങ്കിൽ കമ്പ്യൂട്ടർ വേണം. അതേപോലെ പാലം വന്നപ്പോൾ നമുക്ക് പാലം അത്യാവശ്യമില്ലേ? ആ പാലം എന്തിനാണ്? നമുക്ക് എറണാകുളത്തേക്ക് ഗ്രാമത്തിൽ വസിക്കുന്ന 3 ലക്ഷത്തിൽ താഴെ ജനങ്ങൾക്ക് സിറ്റിയായിട്ട് ബന്ധപ്പെടാനായിട്ട് പാലം വേണം. ആ പാലം വന്നപ്പോൾ ബസ്സുകൾ നഗരപ്രവേശനം 160ഓളം ബസ്സുകൾ വൈപ്പിൻകരയിൽ സർവീസ് നടത്തുന്നുണ്ട്. അതിന് എറണാകുളത്തേക്ക് കടക്കാനായിട്ട് തടസ്സങ്ങൾ. അങ്ങനെ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ആദ്യം തുടക്കമിട്ട സമരം അതാണ്. തുരങ്കപാതയുടെ ആവശ്യകതയും നിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും ഞാറക്കൽ സ്വദേശിയും മുൻ ഗോവ പോർട്ട് ചെയർമാനുമായ ഡോക്ടർ ജോസ് പോൾ ശങ്കുരിക്കൽ സ്ക്രീനിലൂടെ വിശദീകരിച്ചു. ഞാറക്കൽ, മാലപ്പുറം, അയ്യമ്പള്ളി, മുനമ്പം തുടങ്ങിയ ആശുപത്രികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നുള്ള 11 ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രി VD സതീശനും വൈപ്പിൻ MLA ടോണി ചമ്മണിക്കും കൊച്ചി MLA മുഹമ്മദ് ഷിയാസിനും നൽകുവാൻ സെമിനാറിൽ തീരുമാനമായി. പ്രസ്തുത സെമിനാറിൽ ഡോക്ടർ ജോസ് പോൾ ശങ്കുരിക്കലിനെയും അമ്മമാരുടെ പ്രതിനിധിയായ ഡാളി ഫ്രാൻസിസ്, കർഷക പ്രതിനിധി ടൈറ്റസ് പൂപ്പാടി, സാമൂഹ്യ പ്രവർത്തകരായ TR ദേവൻ, PK ബാഹുലയൻ എന്നിവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. സെമിനാറിൽ എളമുതപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി ബെർണാഡ്, ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആശ പൗലോസ്, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KJ ജോസഫ്, ശിവസേന സംസ്ഥാന സെക്രട്ടറി TR ദേവൻ, KLCA പ്രതിനിധി ബേസിൽ മുക്കത്ത്, അയ്യങ്കാളി സാംസ്കാരിക സമിതി സംസ്ഥാന സെക്രട്ടറി PK ബാഹുലയൻ, ജോസഫ് കിഴക്കേടൻ, ഫ്രാൻസിസ് അറക്കൽ, ജോസഫ് നരികുള, ജോളി ജോസഫ്, ആന്റണി പുന്നത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു.